എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറിയാണ് തയ്യാറാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കറി തയ്യാറാക്കുവാനായി ഒരു കഷ്ണം ചേന തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ തക്കാളിയാണ്. അത് ഞാൻ തോല് കളഞ്ഞിട്ട് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ഗ്ലാസ് മാത്രം വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് ഒരു വിസിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വന്നു. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പിടി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരത്തിന് ചെറുതായൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള കനം കുറച്ച് നീളനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു പകുതി ഭാഗം വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 6 അല്ലി വെളുത്തുള്ളി നീളനെ അരിഞ്ഞതും, ഒരു 3 പച്ചമുളകും ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി കുക്കറിൽ വേവിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ചൂടാറാനായി വെച്ചിരുന്ന നാളികേരം മിക്സിയുടെ ജാറിൽ ചേർത്ത് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, നന്നായി അരച്ചെടുക്കുക. ഇനി അരപ്പ് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ ഒരു 6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും 2 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.